ഹലോ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉദ്യോഗാർത്ഥികളെ, ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇതും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് പേര് എന്നും വിളിച്ച് ചോദിക്കുന്ന, എന്നും അന്വേഷിക്കുന്ന KVS കേന്ദ്രീയ വിദ്യാലയ സംഗതൻ. കേന്ദ്ര വിദ്യാലയ സംഗതൻ, അതായത് എനിക്കും കുറച്ച് എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്, ക്ഷമിക്കുക. കേന്ദ്ര വിദ്യാലയ സംഗതൻ 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെ നിങ്ങളോടൊരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിരുന്നു, ഇത് ഒരു പ്രപ്പോസൽ, ഇതിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂ പ്രപ്പോസൽസ് കേന്ദ്ര വിദ്യാലയ സമിതിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് മാറുമോ, പോർഷൻസ് മീൻസ് എക്സാം പാറ്റേൺ മാറുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് ഇന്ന് 20/3/2025 കേന്ദ്ര വിദ്യാലയ സംഗതൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. എന്താണ് സബ്ജക്ട്? റിക്രൂട്ട്മെന്റ് റൂൾസ് ഫോർ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് ഇൻ KVS റിവൈസ്ഡ്. അതായത് 2023 വിളിച്ച അതേ എല്ലാ മാനുവലും വെച്ചുകൊണ്ട് തന്നെയാണ് 2025 നമ്മുടെ ഇപ്പോഴത്തെ KVSന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് എങ്ങനെയായിരുന്നോ, ഏത് രീതിയിലായിരുന്നോ ക്വാളിഫിക്കേഷൻ അവർ നോക്കിയിരുന്നത്, ഏത് രീതിയിലായിരുന്നോ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, എത്ര മാർക്കിനായിരുന്നു എക്സാം നടത്തിയിരുന്നത്, എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ ഇന്റർവ്യൂ ഇല്ലായിരുന്നോ, അപ്പൊ എങ്ങനെയായിരുന്നു കട്ട് ഓഫ് ഒക്കെ നിശ്ചയിക്കുന്നത് എന്നുള്ള എല്ലാ മാനദണ്ഡങ്ങളും എക്സാം പാറ്റേണും എല്ലാം പഴയ രീതിയിൽ തന്നെയാണ് അവര് വച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് എന്താണ് സെപ്പറേഷൻ to existing recruitment rules. The recruitment rules for teaching and non-teaching post as approved by chairman KVS and Honorable Minister of Education are circulated here with the general information. അപ്പം KVS കേന്ദ്ര വിദ്യാലയ സംഘത്തിന്റെ ചെയർമാനും നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ ചേർന്നിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പഴയതുപോലെ തന്നെ നടത്തിയാൽ മതി എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ, പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടില്ലാത്തവരൊക്കെ ആരംഭിക്കുക. നമ്മുടെ റെയിൽവേ RRBയുടെ അതേ സിലബസ് അല്ല, RRBയുടെ RRB നമ്മൾ പഠിക്കുന്ന RRB ടീച്ചറിന് പഠിക്കുന്ന ജനറൽ ഏരിയ നമുക്കിതിലുണ്ട്, 80 മാർക്കിനുണ്ട്. അത് കൂടാതെ 100 മാർക്കിനുള്ള സബ്ജക്റ്റ് ആണ്. 100 മാർക്കിനുള്ള സബ്ജക്റ്റ് ആണ് ഇതിലുള്ളത്. തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ഫസ്റ്റ് വീഡിയോ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏതെല്ലാം പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, നോൺ ടീച്ചിങ്, അത് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നോൺ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്ങും ഉണ്ട്. ടീച്ചിങ്ങിനെ പോലെ തന്നെ നോൺ ടീച്ചിങ്ങിനും വളരെ പ്രാധാന്യമുള്ള ഒരു എക്സാമും കൂടിയാണിത്. നോൺ ടീച്ചിങ് സ്റ്റാഫിനെയാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. ദ റിക്രൂട്ട്മെന്റ് റൂൾ ഫോർ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒരു പക്ഷേ നമുക്കറിയാം KVSന് CTET നിർബന്ധമാണ്. CTET എന്ന് പറയുന്നത് നിർബന്ധമാണ് KVSന്. CTET എന്ന് പറയുമ്പോൾ PRT പ്രൈമറി ടീച്ചർ അപ്ലൈ ചെയ്യുന്നതിനും TGT അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ടീച്ചർ അപ്ലൈ ചെയ്യുന്നതിനും CTET നിർബന്ധമാണ്. അതായത് PRTക്ക് CTET 1ഉം അതുപോലെ തന്നെ TGTക്ക് CTET 2ഉം അത്യാവശ്യമാണ്. DLED or TTC പ്ലസ് CTET 1 PRT പ്രൈമറി ടീച്ചറിനും, BEd പ്ലസ് CTET 2 TGTക്കും ആവശ്യമാണ്. എന്നാൽ PRTക്ക് എന്ത് വേണ്ട, ടെറ്റ് ഓർ സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട, CTET വേണ്ട. ഇതിന് CTET ആവശ്യമില്ല. PRTക്ക് അല്ല, PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന് CTET ആവശ്യമില്ല.
ഓക്കെ. ഇനി ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര വിദ്യാലയ സംഘത്തിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സ് ഇങ്ങനെയാണ് പോകുന്നത്. 30 വയസ്സ് എന്ന് പറയുന്നത് PRT, 35 വയസ്സ് എന്ന് പറയുന്നത് TGT, 40 വയസ്സ് എന്ന് പറയുന്നത് PGT. ഇങ്ങനെയാണ് ഇതിന്റെ ഏജ് പോകുന്നത്. പക്ഷെ ഇതില് പെൺകുട്ടികൾക്ക്, ലേഡീസിന്, സ്ത്രീകൾക്ക് 10 വർഷം ഇളവ് കിട്ടും. അത് ജാതി മത വർഗം ഒന്നുമില്ല, 10 വർഷം പെൺകുട്ടികൾക്ക് ഇളവ് ഉണ്ടായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ആ 10 വർഷം എന്ന് പറയുമ്പോൾ 30 + 10 40 വയസ്സ് PRT, 35 + 10 45 വയസ്സ് TGT, 50 വയസ്സ് PGT. ഇനി ഈ പെൺകുട്ടികളില്, സ്ത്രീകളില് OBC ഓർ SC/ST ആണെങ്കിൽ, OBC അല്ലെങ്കിൽ SC/ST ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും ഇതിൽ ഇളവുകൾ കിട്ടുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും SC/STക്ക് PRT എന്ന് പറയുന്നത്, SC/STയെ സംബന്ധിച്ചിടത്തോളം PRT എന്ന് പറയുന്നത് 45 വയസ്സിലേക്ക് മാറും, 45 വയസ്സിലേക്ക് മാറും. OBCക്ക് മീൻസ് എന്താ പറയാ, PRT എന്ന് പറയുന്നത് 43 വയസ്സിലേക്ക് മാറും. ഇനി OBCക്ക് TGT എന്ന് പറയുന്നത് 48 വയസ്സിലേക്ക് മാറും. SC/STക്ക് 50 വയസ്സിലേക്ക് മാറും. ഇനി PGTയിലേക്ക് വരുമ്പോൾ അത് SC/STക്ക് 50 ഉം 5ഉം 55 വയസ്സിലേക്കും, അതുപോലെ തന്നെ OBCക്ക് 53 ഉം 53 വയസ്സിലേക്ക്. അപ്പൊ നിങ്ങൾ ഏജ് ഓവർ ആയിരിക്കുന്നവര്, PSC എഴുതാൻ പറ്റാതിരിക്കുന്ന OBC കാറ്റഗറിയിൽപ്പെട്ട, SC/ST കാറ്റഗറിയിൽപ്പെട്ടവർക്കൊക്കെ വളരെയധികം ആനുകൂല്യം നൽകുന്ന ഒരു ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ KVS സംഘടനയിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവര് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ അവൈലബിൾ ആണ്. ഇതിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ. അതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിനെ പറ്റി അറിയുന്നതിന് വേണ്ടി നിങ്ങൾ 77 36 75 0473 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജുകളിലൂടെയോ കോളുകളിലൂടെയോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കുവാനാണ്. KVSന്റെ കോഴ്സ് അവൈലബിൾ ആണ്. KVSന്റെ PRT അവൈലബിൾ ആണ്, TGT അവൈലബിൾ ആണ്, PGT എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ ഫീസിൽ വളരെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ PYQ അനാലിസിസും അതുപോലെ തന്നെ ഏകദേശം 10,000ഓളം 10,000ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടെയുള്ള വളരെ വിപുലമായിട്ടുള്ള വളരെ കുറഞ്ഞ നിരക്കിലുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അതായത് ഇപ്പൊ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ പറ്റുന്ന വിധത്തില് ഫുള്ള് റെക്കോർഡ് ക്ലാസ് പ്ലസ് ലൈവ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിന്റെ കോഴ്സ്. അതായത് ഓക്കെ. അപ്പൊ ഇതിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർ സീറ്റഡ് ഉള്ളവർക്കേ പറ്റുള്ളൂ. അപ്പം അതിന്റെ കൂടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ RRB റെയിൽവേ ടീച്ചറിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് ജൂണിലാണ് എക്സാം വരുന്നത്. അതിന്റെ കോഴ്സും നമ്മളിപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 2 ദിവസം കൂടി അതിന്റെ അഡ്മിഷൻ ഉണ്ട്. അതിന്റെ ഫീസ് 599 ആണ്. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് ഇതേ ഗ്രേഡിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ തന്നെ ആയിരിക്കും. ചെറിയൊരു വ്യത്യാസമേ കാണത്തുള്ളൂ, കാരണം സബ്ജക്ട് പഠിക്കാൻ ഉള്ളത് കൊണ്ട്. ഓക്കെ. നമ്മുടെ KVSനും വരുന്നത്. അപ്പം RRB റെയിൽവേക്ക് ജോയിൻ ചെയ്യാൻ, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പർ, സെയിം നമ്പറിൽ തന്നെ വിളിച്ചു ചോദിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് അവൈലബിൾ ആണ്. KVSന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, KVSന്റെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്കുകൾ, RRB ടീച്ചറിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. KVS ടീച്ചറിനെ ജോയിൻ ചെയ്യാൻ, കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്കും ഒരു ജനറൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ NS, നമ്മുടെ നാച്ചുറൽ സയൻസ്, കേരള PSC നാച്ചുറൽ സയൻസിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ LPUP ലോങ് ടേം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ HSA ജനറൽ സയൻസിന്റെ ബാച്ച്, ജനറൽ കാറ്റഗറിയുടെ ബാച്ച്, ജനറൽ സബ്ജക്റ്റിന്റെ ബാച്ചും നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനെ പറ്റിയുള്ള വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിന്ന് ബാക്കിയുള്ള കോഴ്സിനെ കുറിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. തീർച്ചയായിട്ടും വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചിട്ടയോടുകൂടി പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട്, നിങ്ങൾ വേറെ ആര് പറയുന്നത് കേൾക്കേണ്ട. പലരും KVS പഠിക്കുമ്പോഴത്തേക്ക്, NVS പഠിക്കുമ്പോഴത്തേക്ക്, EMRS പഠിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ DSSSB പഠിക്കുമ്പോഴത്തേക്ക്, AES പഠിക്കാൻ പോകുമ്പോഴത്തേക്ക്, നീ എന്തിനാ അത് പഠിക്കുന്നത്, അത് നോർത്ത് ഇന്ത്യൻസിനല്ലേ കിട്ടുള്ളൂ, നിനക്ക് ഹിന്ദി അറിയാമോ, നിനക്ക് ഇംഗ്ലീഷ്
അറിയാമോ എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു വിധത്തില് പറഞ്ഞ് നശിപ്പിച്ച് നെഗറ്റീവ് അടിപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയും ഇംഗ്ലീഷൊന്നും പഠിക്കുവാനും വശത്താക്കുവാനൊന്നും പ്രയാസമുള്ള കാര്യങ്ങളൊന്നും അല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊന്നും ആലോചിച്ചിട്ട് വിഷമിക്കാതെ ഈ PSC അപ്ലൈ ചെയ്യാൻ പ്രായം കവിഞ്ഞിരിക്കുന്നവർ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പൊ സീറ്ററ്റ് എഴുതി പാസ്സായിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു അസുലഭ അവസരമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പാഴാക്കാതെ ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക വീഡിയോ. നമ്മുടെ വാട്സപ്പ് ചാനലിലേക്കും അതുപോലെ തന്നെ KVSന്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. KVS ഗ്രൂപ്പ്, KVSന്റെ ക്ലാസിന്റെ ഗ്രൂപ്പിന്റെ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ RRB ടീച്ചറിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ സയൻസിന്റെ LP UPയുടെ ജനറൽ ബാച്ചിന്റെ ഒക്കെ ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വർഷത്തെ KVS അടിച്ചിരിക്കുമെന്നുള്ള ഒരു പൂർണ്ണ മനസ്സോടുകൂടി എന്താ പറയുക, നല്ലൊരു ഡെഡിക്കേഷനോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുവാനും, അതായത് സീറ്ററ്റ് ഉള്ളവർക്കല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സീറ്ററ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുക എന്നല്ല, അപ്ലൈ ചെയ്യുക. ശ്രമിക്കുക എന്നല്ലല്ലോ പറയേണ്ടത്. ഓക്കെ, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അല്ലേ? അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി തീർന്നിട്ടില്ല. അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ശക്തമായ രീതിയിൽ നിങ്ങളെ HSAക്ക് പഠിക്കുന്നത് പോലെയോ HSSTക്ക് പഠിക്കുന്നത് പോലെയോ അങ്ങനെ മാണ്ട് കടന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. NCERT ഒരുവിധം നന്നായിട്ട് സെറ്റ് ആണെങ്കിൽ, റെഡി ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്തൊക്കെ പോസ്റ്റാണ് നോൺ ടീച്ചിങ് പോസ്റ്റുകൾ എന്തൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലാ പോസ്റ്റുകളും 1500, 2000, 1500നും 2000ത്തിനും ഇടയിൽ, 1500നും 2000ത്തിനും ഇടയിൽ വേക്കൻസികളുണ്ട് എല്ലാ പോസ്റ്റുകളിലേക്കും. അതുകൊണ്ട് തന്നെ വളരെ ബൾക്കായിട്ടുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്, ബൾക്ക് വേക്കൻസിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അവസരം ഉപയോഗിക്കുക. ഓക്കെ, സീറ്ററ്റ് ഉള്ളവര്, സീറ്ററ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ ടീച്ചേഴ്സ് ക്ലബ് PSC സീറ്ററ്റ് ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. സീറ്ററ്റ് കോഴ്സ് ജൂലൈയിൽ എക്സാമിന് വേണ്ടിയിട്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ഇതിന്റെ ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ പ്രായപരിധി, സാലറി, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഓരോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. ഓക്കെ, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, PGT കൊമേഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി. ഓർത്തോളുക, ബയോടെക്നോളജിക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരൂ. ഓക്കെ, ബയോടെക്നോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്. നോക്കൂ, വളരെ വൈഡ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ TGT, അപ്പൊ PGTക്ക് ഇത്രയാണ് വിളിച്ചിട്ടുള്ളത്. PGT കമ്പ്യൂട്ടർ സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ് ആൻഡ് കൊമേഴ്സ്. TGTക്ക് വിളിച്ചിരിക്കുന്നത് ഹിന്ദി, സംസ്കൃതം, ഇംഗ്ലീഷ്. അപ്പൊ സംസ്കൃതം പഠിച്ചവര്, ഓക്കെ, ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നത് സംസ്കൃതം പഠിച്ചവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. സംസ്കൃതം പഠിച്ചവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദി, സംസ്കൃത്, ഇംഗ്ലീഷ് TGT. അതുപോലെ TGT മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, TGT ആർട്ട് എഡ്യൂക്കേഷൻ, TGT വർക്ക് എക്സ്പീരിയൻസ്, TGT ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ലൈബ്രറിയൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ TGT, ഓക്കെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, പിന്നെ ഹെഡ് മാസ്റ്റർ, PRT മ്യൂസിക്, പ്രൈമറി ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ രണ്ട് രീതിയിൽ വിളിച്ചിട്ടുണ്ട്. PRTയിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിളിച്ചിട്ടുണ്ട്, TGTയിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ടീച്ചിങ് പൊസിഷനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ് പൊസിഷനുകൾ PGT, TGT, PRT എന്ന് പറയുന്നത്. ഓക്കെ, PRTയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വിളിച്ചിരിക്കുകയാണ്, PRT മ്യൂസിക്. ഓക്കെ, അതുപോലെ തന്നെ PRT സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്.
TGTയിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ TGT അവൈലബിൾ ആണ്. TGT മാത്സും സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ അവൈലബിൾ ആണ്, എല്ലാം വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ TGT വർക്ക് എക്സ്പീരിയൻസും ആർട്ട് എഡ്യൂക്കേഷൻ രണ്ടും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇനി CTET ഇല്ലാതെ വിഷമിക്കുന്നവർ, ഞാൻ പറഞ്ഞു CTET ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജൂലൈ മാസത്തെ CTET അപ്പിയർ ചെയ്യുകയും എഴുതി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നോൺ ടീച്ചിങ് പോസ്റ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഈ നോൺ ടീച്ചിങ് പോസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോൺ ടീച്ചിങ്ങിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ എല്ലാത്തിന്റെയും സിലബസ് ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് തരും. ഇതെല്ലാത്തിന്റെയും കാര്യങ്ങൾ ഓരോന്നും ഓരോ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തു തരും. ഓരോന്നിനെ കുറിച്ചും, അതായത് PRT ഒരു വീഡിയോ ചെയ്യും, TGTക്ക് ഒരു വീഡിയോ ചെയ്യും, PGTക്ക് ഒരു വീഡിയോ ചെയ്യും, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് വീഡിയോ ചെയ്തു തരുന്നുണ്ട്. അതിന്റെ സിലബസും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അഡീഷണൽ കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ ഫൈനാൻസ്, ജോയിന്റ് കമ്മീഷണർ കാഡ്, അതടുത്ത് സൂപ്രണ്ട് എഞ്ചിനീയർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്മിൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഫൈനാൻസ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ അഡ്മിന്, അസിസ്റ്റന്റ് കമ്മീഷണർ ഫൈനാൻസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഫൈനാൻസ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഡിറ്റർ, സീനിയർ ട്രാൻസ്ലേറ്റർ, പ്രൈവറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. ഇത് മുതലാണ് നമ്മുടെ സാധാരണ LD ഒരു ഡിഗ്രി ലെവൽ LD ലെവൽ സിലബസിലേക്ക് മാറുന്നത്. ബാക്കിയൊക്കെ സിലബസ് വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 ആൻഡ് 2, അത് നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ വേണം അതിന് വേണ്ടിയിട്ട്. പിന്നെ സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ഇത് ഡിഗ്രി ലെവൽ എക്സാം ആണ്. സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ഇതെല്ലാം ഈ രണ്ട് സെക്രട്ടറി അസിസ്റ്റന്റും ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമും, ഇത് ഡിഗ്രി ലെവൽ എക്സാമും. അതുപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞ ഏതാണ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇത് രണ്ടും നമ്മുടെ LD ലെവൽ എക്സാംസ് ആണ്. പിന്നെ ജൂനിയർ ട്രാൻസ്ലേറ്റർ അറിയാമല്ലോ, ഹിന്ദി ട്രാൻസ്ലേറ്റർ സെപ്പറേറ്റ് പോസ്റ്റ് ആണ്, സെപ്പറേറ്റ് സിലബസും ആണ്. നെക്സ്റ്റ്, ഇനി അധികം ക്വാളിഫൈഡ് അല്ലാത്തവർക്ക്, ജസ്റ്റ് 10ാം ക്ലാസ് ഒക്കെ ഉള്ളവർക്ക്, ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാഫ് കാർ ഡ്രൈവർ സ്പെഷ്യൽ ഗ്രേഡ്, ഓക്കെ, സ്റ്റാഫ് കാർ ഡ്രൈവർ ഗ്രേഡ് 1, സ്റ്റാഫ് കാർ ഡ്രൈവർ ഗ്രേഡ് 2, സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ്. ഓക്കെ, അപ്പൊ കാർ ഡ്രൈവറിന് തന്നെ ഡ്രൈവർ പോസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയുള്ള ഭയങ്കര ശമ്പളമാണ്, മികച്ച സാലറിയാണ്. ഏകദേശം 3-4 പോസ്റ്റാണ് ഡ്രൈവർ പോസ്റ്റ് എന്ന് പറയുന്നത്, 4 പോസ്റ്റാണ് നോൺ ടീച്ചിങ് സ്റ്റാഫിന് വേണ്ടി വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അതിന്റെ സിലബസും കാര്യങ്ങളും ആയിട്ട് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പോസ്റ്റാണ് നോൺ ടീച്ചിങ്. അപ്പൊ വളരെ വിശാലമായ, ടീച്ചിങ്ങിനേക്കാളും വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോൺ ടീച്ചിങ് സ്റ്റാഫിന്, നോൺ ടീച്ചിങ് അപ്ലൈ ചെയ്യാനുള്ളവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഈ തുടക്ക വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊള്ളുക, അവരതിനുള്ള മാർഗങ്ങൾ തേടട്ടെ. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുകയും ചെയ്യുക. ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഇനി നിങ്ങൾ അടിയിൽ വന്നിട്ട് കമന്റിലൂടെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ സാറേ, സിലബസ് എന്താണെന്ന് ചോദിക്കേണ്ട. ഇത് ഓരോ പോസ്റ്റുകളും ഞാൻ പറഞ്ഞു ഈ കമ്മീഷണർ പോസ്റ്റിന്റെ എല്ലാം കൂടി ഒരു പോസ്റ്റ്, ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പള്, PGT പോസ്റ്റ് എല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. TGT എല്ലാം കൂടി ഒറ്റ വീഡിയോ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പോസ്റ്റ് ഉണ്ട്, ലൈബ്രറേറിയൻ എന്ന് പറയുന്ന പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിനും സെപ്പറേറ്റ് ക്ലാസ്സുകളുണ്ട്, അതിനും സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഹെഡ് മാസ്റ്റർ, PRT ടീച്ച്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, PRT മ്യൂസിക്, അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്. അതായത് PGT, TGT പ്രൈമറി ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സെപ്പറേറ്റ് വീഡിയോ. അതുപോലെ തന്നെ നോൺ ടീച്ചിങ്ങിന്റെ ഈ കമ്മീഷണർമാരെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോയും, അതുപോലെ തന്നെ നമ്മുടെ LD പോസ്റ്റ് എന്ന് പറഞ്ഞാൽ LD പോസ്റ്റ് ആൻഡ് ഡിഗ്രി പോസ്റ്റ്, അതിനെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ ഡ്രൈവർ പോസ്റ്റിന് ഒരു വീഡിയോ. അങ്ങനെ സെപ്പറേറ്റ് 2-3 വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. എല്ലാത്തിന്റെയും വ്യക്തമായിട്ടുള്ള സിലബസുകള്, പഠന രീതികള്,
മീൻസ് അതിന്റെ പഠിക്കേണ്ട രീതി, അതിന്റെ സ്ട്രാറ്റജീസ്, പഠിക്കേണ്ട ബുക്സുകൾ, റെഫർ ചെയ്യേണ്ട ബുക്സുകൾ പല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ സാധാരണ ബുക്സ് നോട്ട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സെൽഫ് പ്രിപ്പറേഷൻ അല്ലേ, ബുക്സ് നോട്ട്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാറുണ്ട്, സെൽഫ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കാറുണ്ട്, ഓഫ്ലൈൻ കോഴ്സുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇതിന്റെ പുറകെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനോടൊപ്പം പറയാനുള്ളത്, ഇന്നലെ നമ്മൾ ജെംസിന്റെ എഡ്യൂക്കേഷൻ ദുബായിലുള്ള അത് പറഞ്ഞിരുന്നു. അതിൽ PRT ഞാൻ ആദ്യം ഇന്നലെ പറഞ്ഞിരുന്നു. ഇനി അതിന്റെ TGT PGT വിളിച്ചിട്ടുണ്ട്, അതും കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പം അതില് CTET ഒന്നും വേണ്ടല്ലോ, ഓക്കെ, ജസ്റ്റ് B.Ed മാത്രം മതി. ഇതില് CTET അത്യാവശ്യമാണ് ടീച്ചിങ്ങിന്. ഓക്കെ, അത് TGTക്കും PRTക്കും മാത്രം, PGTക്ക് വേണ്ട. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കൊള്ളുക. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.